എല്ലാ പഠനത്തിന്റെയും പരമോന്നത പഠനമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ, ദ ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേഷൻ. അതിനപ്പുറം ഈ ലോകത്ത് വേറൊന്നും ഇല്ല. കൃഷ്ണഭക്തി, അതാണ് എല്ലാ എഡ്യൂക്കേഷന്റെയും പരമോന്നതമായിട്ടുള്ളത്. ഇത് ഭഗവത്ഗീത ഭഗവാൻ തന്നെ പറയും, വേദേഷു സർവേർ അഹമൈവ വേദ്യോ. വേദങ്ങളിലൂടെ അറിയേണ്ടത് ഒരേ ഒരാളിനെ കുറിച്ചാണ്. അത് എല്ലാ വേദങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ആ പരമോന്നത വ്യക്തി, ആ പരമോന്നതമായിട്ടുള്ള സാന്ദ്രാനന്ദത്തിന്റെ ഉറവിടമായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ. അതാണ് പരമോന്നത പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം ഏതൊരു പഠനത്തിന്റെയും PhD ഒന്നും അല്ല യഥാർത്ഥ പഠനം. യഥാർത്ഥത്തിൽ എല്ലാ എഡ്യൂക്കേഷനും എത്തേണ്ടത് അവിടെ നിന്നാണ്. ഇപ്പൊ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ പഠിച്ച് കെമിസ്ട്രിയുടെ ഏറ്റവും ഫൈനറ്റിൽ പോയി ഈ കെമിക്കൽസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പോകുമ്പോൾ അത് ഗുരുവായൂരപ്പനാണ്. മാത്തമാറ്റിക്സ് പഠിച്ച് ഈ ലോകത്തിന്റെ മാത്തമാറ്റിക്സ് ആരാണ്, ഈ ലോകത്തിന്റെ കണക്ക് നോക്കുന്ന ആരാണോ അത് ഗുരുവായൂരപ്പൻ. ബയോളജി പഠിക്കുകയാണെങ്കിൽ ബയോളജി പഠിച്ച് ഈ നമ്മുടെ ബയോളജി ഉണ്ടാക്കിയത് ആരാണ്, ഈ ബോഡിയുടെ മെക്കാനിസം ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ നിലനിർത്തുന്നത് അതും ഭഗവാൻ. അതുകൊണ്ട് ഏതൊരു എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ അൾട്ടിമേറ്റ് ഭഗവാനാണ്. ഇനി സംസ്കൃത വ്യാകരണം, ഭാഷ പാണ്ഡിത്യമൊക്കെ പഠിച്ച് ഇതിന്റെ ഈ ഭാഷയൊക്കെ എവിടുന്ന് വരുന്നു, വ്യാകരണം എവിടുന്ന് വരുന്നു, ഈ ഭാഷയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതും ഭഗവാൻ. നാരായണ പരം ജ്ഞാനം എല്ലാത്തിലൂടെ അറിയേണ്ടത് അദ്ദേഹത്തെ മാത്രമാണ്. ഇനി തപസ് ചെയ്യുന്നു, യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, ഇതിലൂടെ ധ്യാനിക്കേണ്ടത് ആരാണ്, അദ്ദേഹത്തെ തന്നെ. സംഗീതം പഠിക്കുന്നു, സംഗീതം ആർക്ക് വേണ്ടിയാണ്, സംഗീതം ഉദ്ഭവിച്ചത് എവിടെ നിന്നാണ്, ആർക്ക് വേണ്ടിയാണ് സംഗീതം, അതും ഗുരുവായൂരപ്പൻ തന്നെ. പെയിന്റിങ് കലാപരമായിട്ട്, കുക്കിംഗ്, പാചകം, എല്ലാം ആയുധന കലകൾ എല്ലാം അവിടുന്ന് വരുന്നു, അദ്ദേഹത്തിന് വേണ്ടിയാണ്. അന്നേരം എല്ലാ നോളജിന്റെയും PhD എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ. PhD ഈക്വൽസ് ടു ഗുരുവായൂരപ്പൻ. അതാണ് ഏതൊരു സബ്ജക്റ്റിന്റെയും അൾട്ടിമേറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ പഠിക്കുക എന്നാണ്. ഗുരുവായൂരപ്പനെ അറിയുക, ഗുരുവായൂരപ്പനെ മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ദാസനം. അതിന്റെ അർത്ഥം പണ്ഡിതൻ.